ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. Reign the Holy Ruach, Lord. Reign forevermore. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു തരത്തിലുള്ള വീഡിയോ റെക്കോർഡിംഗ് നമ്മൾ തുടങ്ങിയിരുന്നു. ഓർമ്മയുണ്ടോ? ഏത് കോണ്ടെക്സ്റ്റിലാ? പെന്തക്കോസ്താ തിരുനാളിൻ്റെ പ്രിപ്പറേഷനായിട്ടുള്ള ആ 40 days പ്രിപ്പറേഷന് വേണ്ടി അന്ന് നമുക്ക് ലഭിച്ച ഒരു പ്രചോദനത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ റെക്കോർഡിംഗ് നമ്മൾ തുടങ്ങിയത്. കുറച്ച് നാളത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു, അല്ലേ? ഇങ്ങനെ ഒരു ഡിസ്കഷൻ കാണാതായപ്പോൾ ചിലർ ചോദിച്ചു, എവിടെ നിങ്ങളുടെ വിശേഷങ്ങളൊന്നും കേൾക്കാനില്ലല്ലോ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സാധാരണ ഒരു ലോകത്തിൻ്റെ രീതിയിലുള്ള വിശേഷങ്ങളാണോ നമുക്ക് ഇവിടെ ഉള്ളത്? ഉറപ്പാണോ? നമ്മുടെ സാധാരണ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം ധ്യാനിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻസ്, ഇൻസൈറ്റ്സ് അത് ഷെയർ ചെയ്യാം. ഒരു കൊയിനോനിയ, യൂണിറ്റി ഇൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇന്ന് ഈ ഡിസ്കഷന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഈ ഒരു പുതിയ വിശുദ്ധൻ സെയിൻറ്റ് കാർലോ അക്യൂറ്റസ്, യങ്സ്റ്റർ, ചെറുപ്പക്കാരൻ, ലോകത്തിൻ്റെതായ രീതികളിൽ ജീവിച്ച ചെറുപ്പക്കാരനാണോ? അല്ല. ഇന്നത്തെ കുട്ടികളെ പറ്റിയും ചെറുപ്പക്കാരെ പറ്റിയും മാതാപിതാക്കളും മറ്റു പലരും പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്ത്? എല്ലാതരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകുന്നു, അല്ലേ? ഇന്നത്തെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒന്നും ചിന്തിക്കാതെ തന്നെ അശുദ്ധികളിൽ ആവേശത്തോടെ മുഴുകാനുള്ള പല അവസരങ്ങളുണ്ട്. പല മാതാപിതാക്കളും സ്ട്രഗിൾ ചെയ്യാണ്. എന്തിന്? ഈ കുട്ടികൾ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാൻ, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ അശുദ്ധിയുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒത്തിരി പേരൻസ്. അപ്പോൾ വളരെ വളരെ അർജൻറ്റായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, പരിശുദ്ധ റൂഹ വാഴട്ടെ. Reign the Holy Ruach, Lord. Reign forevermore. എന്തായിരിക്കും കാരണം? ഇന്ന് അധികം പേരും ഓട്ടോമാറ്റിക്കലി ഒരു ഒഴുക്കിലിങ്ങനെ പെട്ടിട്ട് എല്ലാതരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകുന്ന ഒരു കാലം. ഒന്ന് രണ്ടാമത് ചിന്തിക്കുന്നില്ല, ഇത് ശരിയാണോ തെറ്റാണോ. മെജോറിറ്റി ചെയ്യുന്നു, അതങ്ങോട്ട് ചെയ്തു പോവാം. എല്ലാവരും ഇങ്ങനെയല്ലേ, അപ്പം ഞാനും അങ്ങനെ. സ്വന്തമായി സ്വന്തം ലോജിക്കിൽ ചിന്തിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം. ഒന്നുകിൽ ലോജിക്കിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലോജിക്ക് തന്നെ ആകെ ഷാറ്റേർഡായി, അല്ലെങ്കിൽ ഇരുട്ടിൽ കിടക്കുന്ന ഒരവസ്ഥ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രയും പറഞ്ഞതിന് ശേഷം എനിത്തിങ് ദാറ്റ് ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ്? ഇതിനൊക്കെ കാരണം എന്തായിരിക്കും? എല്ലാതരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകാൻ എന്തായിരിക്കും കാരണം? നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഹോളി ബൈബിൾ CCC അടിസ്ഥാനമാക്കിയിട്ടാണ് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ വാട്ട് ഡു യു സേ? എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളും ചെറുപ്പക്കാരല്ലേ, അല്ലേ? ഈ ജനറേഷൻ്റെ ചെറുപ്പക്കാരുടെ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ അശുദ്ധിയിൽ മുഴുകി ജീവിക്കാനൊന്നും തോന്നുന്നില്ലേ? അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകാനൊന്നും തോന്നുന്നില്ലേ? എന്താ കാരണം? എന്താ കാര്യം? ഒരു പ്രാവശ്യം പാപം ചെയ്തിട്ട് അതിന്റെ കോൺസിക്വൻസ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ പാപം ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യം വരില്ല. ഇത് പാപം ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൈമിഷിക സുഖം കിട്ടണുള്ളൂ, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കണ്ണുനീരാണ് വരാൻ പോണത്, ദുഃഖാണ്, സങ്കടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഉള്ളോ എന്നുള്ളൊരു ഇത് ബോധ്യം കിട്ടിയത് കൊണ്ട് പിന്നെ പാപത്തിൽ വീഴാനൊരു ഭയമുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവർക്ക് ബോധ്യം കിട്ടാനൊരു ചാൻസ് ഇല്ലേ? മുന്നേ കൂട്ടി മാതാപിതാക്കളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇത്തിരിയും കൂടി വീണ് അവർ പരിചയിച്ചവര് പറയും വേണ്ട വേണ്ട. ഓക്കെ, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടുപഠിക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുക. ചിലര്
കൊണ്ട് പഠിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ഏത് കാറ്റഗറിയാ? കുറച്ച് കേട്ട് പഠിക്കണം. കൊറേ ഒക്കെ പിയർ പ്രഷർ വരുമല്ലോ, കാരണം ചുറ്റുമുള്ള ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്ന ഞാൻ മാത്രമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ അവർ കേൾക്കുന്നുണ്ട്. ഇപ്പം അപ്പൊ പിയർ പ്രഷർ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ആ ഗ്രൂപ്പിൽ പെടാൻ വേണ്ടി അത് ചെയ്തില്ലെങ്കിൽ, അതേപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. അപ്പൊ വേറെ ഗ്രൂപ്പില്ലേ ഫ്രണ്ട്സിന്റെ ഔട്ടാവാൻ പറ്റാത്ത? പൊതുവെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന അവർക്ക് ആ ഒരു ടെൻഡൻസി കാണോ, ഞാനൊന്ന് കുറച്ച് ചെയ്തേക്കാം പിന്നെ ഞാൻ പോകത്തില്ല. അത് ശരിയാന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യണേ അതോ തെറ്റാന്ന്? അവർക്ക് ഇങ്ങനെ തോന്നുന്നു അത് ശരിയാ, കുഴപ്പമില്ല, എല്ലാരും ചെയ്യുന്നില്ലേ. എന്തൊക്കെ അശുദ്ധിയായിരിക്കും? എല്ലാതരം അശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ സ്മോക്കിംഗ് അവർ പറയും വാട്ട്സ് റോങ് എന്ന്. എന്താ മെഡിസിനലാന്ന് പറയാ? ഓ ഓക്കെ, സ്മോക്കിംഗ് ഈസ് മെഡിസിനൽ. ആ സ്മോക്ക് എന്തെങ്കിലും സൗഖ്യം കൊണ്ടുവരുമോ? എന്താ പറയുന്നത്, സൗഖ്യം കൊണ്ടുവരുമോ? ഇല്ല. ഇപ്പൊ ഒരു ടീമിൽ ഇങ്ങനെ കുറെ ഭൂരിഭാഗം പേര് ഈ പറഞ്ഞ പാപം സ്മോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്മോക്കിംഗ് ഒരു അശുദ്ധി? അവര് വിചാരിക്കുന്നത് അശുദ്ധി ഒന്നുമല്ല. വൈ ഇസ് ഇറ്റ് റോങ്? ഇതൊരു ലഹരി പോലത്തെ ഒരു സംഭവമാണ്. അത് സ്മോക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റുള്ളൂ. സ്മോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു മയക്കത്തില്, അതായത് നമ്മുടെ ബോധം കെടുത്തി കളയാ, അല്ലെങ്കിൽ വേറൊരു ലോകത്തിലേക്ക്, സത്യത്തിൻ്റെ ലോകത്തിൽ നിന്ന് മാറി വേറൊരു മായാലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അശുദ്ധി. അതായത് നമ്മൾ ഫുള്ള് ബോധത്തോടുകൂടെ ആയിരുന്ന് ജീവിക്കുന്നതല്ലേ കറക്റ്റ് വേ ഓഫ് ലിവിങ്. അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ഡ്രഗ്സ്, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, ഇതൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ബോധം പോവാണ്, വേറൊരു അൺറിയൽ വേൾഡ് പോലെ തോന്നുകയാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.